പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ബിൽഡിംഗ് ഫങ്ഷൻസിലെ അവസാനത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആറാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ക്യാരക്ടർ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ടൈപ്പിലുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ ഈ കാറ്റഗറിയിൽ വരുന്ന ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റ മാനേജ് ചെയ്യാനാണ്. എന്ന് പറഞ്ഞാൽ these functions are used to perform various operations on characters. എന്ന് പറയുമ്പോൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്താണ് ഒരു ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ക്യാരക്ടർ, സ്ട്രിങ്, ഇൻറ്റിജർ, ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ ആ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റയുടെ മുകളിൽ ചില ഓപ്പറേഷൻസുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഏത് ടൈപ്പിലുള്ള ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്? ക്യാരക്ടർ ടൈപ്പിലുള്ള ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റിൻ്റെ മീനിങ്. ദീസ് ഫങ്ഷൻസ് ആർ യൂസ്ഡ് ടു പെർഫോം വേരിയസ് ഓപ്പറേഷൻസ് ഓൺ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഈ ഫങ്ഷൻ്റെ പ്രത്യേകത, ഈ ഫങ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരിക ക്യാരക്ടറാണ്. ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റയാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് വരിക. അങ്ങനെ ആർഗ്യുമെൻ്റ് ആയി കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ മുകളിൽ ചില ഓപ്പറേഷൻസുകൾ നടത്താനാണ് ഏത് ടൈപ്പിലുള്ള ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്? ക്യാരക്ടർ ടൈപ്പിലുള്ള ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ടൈപ്പിലുള്ള ഫങ്ഷൻസ് കിടക്കുന്നത് പുതിയൊരു ഹെഡർ ഫയലിലാണ്. ഇതുവരെ നമ്മളൊരു 4 ഹെഡർ ഫയൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏത്? IO സ്ട്രീം എന്നുള്ളൊരു ഹെഡർ ഫയൽ, CSTDIO എന്നുള്ളൊരു ഹെഡർ ഫയൽ, C സ്ട്രിങ് എന്നുള്ളൊരു ഹെഡർ ഫയൽ, പിന്നെ CMath എന്നുള്ള ഹെഡർ ഫയൽ. ഇനി പുതിയൊരു ഹെഡർ ഫയലിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്ന് പറയുമ്പോൾ CC ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് ഏത് ഫങ്ഷൻസുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്? ക്യാരക്ടർ ടൈപ്പിലുള്ള ഫങ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ദീസ് ഫങ്ഷൻസ് ആർ അവൈലബിൾ ഇൻ ദ ഹെഡർ ഫയൽ CC ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ കാറ്റഗറിയിലുള്ള ഒരു ഫങ്ഷൻ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ, ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു ഫങ്ഷൻ നമ്മളെ പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെങ്കിൽ ഈ CC ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മളെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ the header file CC type is to be included to use these functions in a program. ഇനി നമുക്ക് ഇവിടെ C++ൽ ഒരുപാട് ക്യാരക്ടർ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു 6-7 ക്യാരക്ടർ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സം ക്യാരക്ടർ ഫങ്ഷൻസ് ഇൻ C++ ആർ ഈസ് അപ്പർ. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള ക്യാരക്ടർ ഫങ്ഷനാണ് ഈസ് ലോവർ. മൂന്നാമത്തെ ക്യാരക്ടർ ഫങ്ഷനാണ് ഈസ് ആൽഫ. നാലാമത്തെ ക്യാരക്ടർ ഫങ്ഷനാണ് ഈസ് ഡിജിറ്റ്. അഞ്ചാമത്തത് ഈസ് ALNUM. ആറാമത്തത് ടു അപ്പർ. ഏഴാമത്തത് ടു ലോവർ. ഈ 7 ക്യാരക്ടർ ഫങ്ഷൻ C++ലുള്ള ഈ 7 ക്യാരക്ടർ ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്ന് പറയുമ്പോൾ ഈ 7 ഫങ്ഷനും ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ക്യാരക്ടർ ഫങ്ഷൻസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു ഫങ്ഷൻ നമ്മളെ പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെങ്കിൽ ഏത് ഹെഡർ ഫയൽ നമ്മളെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം? CC ടൈപ്പ് എന്ന് പറയുന്ന ഈ ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം എന്താ? ഈ ഹെഡർ ഫയലിലാണ് ഏത് ഫങ്ഷൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്? ഇവിടെ പറയുന്ന ഈ 7 ഫങ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് 1 by 1 ആയിട്ട് ഓരോ ഫങ്ഷനും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പഠിക്കാം. ഇനി ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഞാനിവിടെ 2 കളറിലാണ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 5 ഫങ്ഷൻ്റെ പ്രത്യേകത, ഈ ഫങ്ഷൻ ഒരു റിട്ടേൺ ചെയ്യുക 0 അല്ലെങ്കിൽ 1. ഈ 0, 1 എന്ന് പറയുന്ന 2 ന്യൂമറിക് വാല്യൂവിലെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ അത് ഈസ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിലും, ഈസ് ലോവർ എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിലും, ഈസ് ആൽഫ എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിലും, ഈസ് ഡിജിറ്റ് എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിലും, ഈസ് ALNUM എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിലും ഒരു
ഇൻറ്റിജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അതും ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഈ 2 ഇൻറ്റിജർ വാല്യൂവിലെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. പക്ഷേ ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ എന്താ കൊടുക്കുക? ക്യാരക്ടറാണ് കൊടുക്കുക. അപ്പോൾ ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നോക്കിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ പർപ്പസ് നമുക്ക് പറയാനുള്ളത്, എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാനുള്ളത്. ഇനി ബാക്കി 2 ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ടു അപ്പർ ടു ലോവർ, ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക ക്യാരക്ടർ തന്നെയാണ്. ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റ തന്നെയാണ് റിട്ടേൺ ചെയ്യുക. ആർഗ്യുമെൻറ്റും എന്തുതന്നെയാണ്? ക്യാരക്ടർ ടൈപ്പ് തന്നെയാണ് കൊടുക്കുക. അപ്പോൾ 6ാമത്തെ ഫംഗ്ഷനും 7ാമത്തെ ഫംഗ്ഷനും റിട്ടേൺ ചെയ്യുന്നതും ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റയാണ്. ആർഗ്യുമെൻറ്റും ഏതുതന്നെയാണ്? ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റയാണ്. പക്ഷേ ആദ്യത്തെ 5 ആർഗ്യുമെൻറ്റ് ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റയാണ് കൊടുക്കുക. പക്ഷേ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഒരു ന്യൂമറിക് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇത് ഒന്നിൻ്റെ പർപ്പസ് മനസ്സിലാക്കിയ ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻ്റെ പർപ്പസ് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാനും പറ്റും, എഴുതാനും പറ്റും. അപ്പോൾ ഇനി 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഈ 7 ഫംഗ്ഷനാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. C++ലുള്ള ക്യാരക്ടർ ഫംഗ്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിലിനി 1ാമത്തെ ഈസ് അപ്പർ. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത നമ്മളിവിടെ പറഞ്ഞു, നമ്മൾ ഈ ആർഗ്യുമെൻ്റായിട്ട് നമ്മളൊരു ക്യാരക്ടർ കൊടുക്കും. ഒരു ആർഗ്യുമെൻ്റ് ഉള്ളൂ. ഏത് ടൈപ്പിലുള്ള? ക്യാരക്ടർ ടൈപ്പിലുള്ള. അങ്ങനെ ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ഈ ക്യാരക്ടർ അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പർ കേസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഈസ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഈസ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ക്യാരക്ടർ നമ്മൾ ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ അപ്പർ കേസ് ആണെങ്കിൽ, ഇവിടെ ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ അപ്പർ കേസ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ 1 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഇനി അപ്പർ കേസ് അല്ലെങ്കിലോ? അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ. അപ്പർ കേസ് അല്ലെങ്കിലോ 0 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ 1 കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആർഗ്യുമെൻ്റ് ആയിട്ടുള്ളത് ക്യാപിറ്റൽ ലെറ്ററാണ് നമ്മൾ ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ. 0 കണ്ടാലോ? ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ളത് ക്യാപിറ്റൽ ലെറ്റർ അല്ല. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നോക്കിയിട്ട് വേണം. അപ്പോൾ 0 ആണെങ്കിൽ ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ അല്ല. 1 ആണെങ്കിലോ ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ എന്താണ്? ക്യാപിറ്റൽ ലെറ്ററാണ്, അപ്പർ കേസ്. അപ്പോൾ ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഈസ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് whether the given character is in upper case, that is capital letter or not. ആർഗ്യുമെൻ്റായി നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഈസ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സിൻറ്റാക്സ് ശ്രദ്ധിക്കുക. നോക്കിയേ, ഈസ് അപ്പർ ഒരു ആർഗ്യുമെൻ്റ് ഉള്ളൂ. ഏത് ടൈപ്പിലുള്ള? ക്യാരക്ടർ ടൈപ്പിലുള്ള. ഒരു ആർഗ്യുമെൻ്റ് ഉള്ളൂ, അത് ഏത് ടൈപ്പിലുള്ളതാണ്? ക്യാരക്ടർ ടൈപ്പിലുള്ളതാണ്. അങ്ങനെ ആർഗ്യുമെൻ്റായി നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാരക്ടർ അപ്പർ കേസ് ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? 1 റിട്ടേൺ ചെയ്യും. അപ്പർ കേസ് അല്ലെങ്കിലോ 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പാണ്? ഇൻറ്റിജർ ടൈപ്പാണ്. അപ്പോൾ ഈ റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജറാണ്. ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ആർഗ്യുമെൻ്റ് ഏത് ടൈപ്പിലുള്ളതാണ്? ക്യാരക്ടർ ടൈപ്പിലുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ? ഈസ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ അപ്പർ കേസ് ആണെങ്കിൽ എന്താ? 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിലോ 0 റിട്ടേൺ ചെയ്യും. ദ ഫംഗ്ഷൻ റിട്ടേൺ 1 if the given character is in upper case. അല്ലെങ്കിൽ അപ്പർ കേസ് അല്ലെങ്കിലോ എന്താ റിട്ടേൺ ചെയ്യുക? ഈ ഫംഗ്ഷൻ 0 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ കോഡ് സെഗ്മെൻറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ ഈ കോഡ് സെഗ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ സി എന്നുള്ള ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിലേക്ക് ക്യാപിറ്റൽ ബി എന്നുള്ള ക്യാരക്ടർ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ സി എന്നുള്ള വേരിയബിൾ ഇപ്പോൾ ഏതാ ഉള്ളത്? ക്യാപിറ്റൽ ബി ആണ്. അതിനുശേഷം ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ, ഇൻറ്റ് n ഇസ് ഈക്വൽ ടു ഈസ് അപ്പർ സി. ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുകയാണ് ഈസ് അപ്പർ. ഇനി ഇവിടെ എന്താ വരിക? ക്യാപിറ്റൽ ബി അല്ലേ.
ഈ സി എന്നുള്ള ക്യാരക്ടർ വേരിയബിളിൻ്റെ വാല്യൂ ആണ് എന്ത് വരിക ഇവിടെ വരിക അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും വാല്യൂ വരിക, ഈ ക്യാപിറ്റൽ ബി എന്നുള്ള വാല്യൂ ആണ് വരിക, ക്യാപിറ്റൽ ബി. അപ്പോൾ ആർഗ്യുമെൻ്റായി നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ ബി എന്നാണ്. അപ്പോൾ അത് അപ്പർ കേസ് അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്ത വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തു, n എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. അതിനുശേഷം സി ഔട്ട് എന്നിൻ്റെ വാല്യൂ നമ്മൾ പ്രിൻ്റ് ചെയ്തു. എന്ത് വരും, 1 എന്നുള്ളത് കിട്ടും. ഇതാണ് ഔട്ട്പുട്ട് വരിക, 1 എന്നാണ് ഔട്ട്പുട്ട് വരിക. ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇതിവിടെ ചെറിയൊരു വ്യത്യാസം. ഇവിടെ നമ്മളിപ്പോൾ ഈ രണ്ട് കോഡ് സെഗ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ക്യാരക്ടർ വേരിയബിൾ കൊടുത്തു. പക്ഷേ ഇവിടെ ആർഗ്യുമെൻ്റായിട്ട് എന്താണ്, നമ്മൾ ആ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് വ്യത്യാസമുള്ളൂ. ഈസ് അപ്പർ പിന്നെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ആ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് നേരിട്ട് കൊടുത്തു. ക്യാരക്ടർ കൊണ്ട് നമ്മൾ സിംഗിൾ കോഡ്സിൽ ഇതാ ഡി, ക്യാപിറ്റൽ ഡി. അപ്പോൾ ഈ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ, അപ്പർ കേസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും, 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്ത വാല്യൂ എവിടെ വരും, n എന്നുള്ള വേരിയബിളിൽ വരും. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്നിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും, 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി അടുത്തൊരു കോഡ് സെഗ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇൻറ്റ് n is equal to ഈസ് അപ്പർ ജി. ഏത് ജി, സ്മോൾ ലെറ്റർ ജി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ചെക്ക് ചെയ്യാണ്, ഈസ് അപ്പർ ജി. ഇത് അപ്പർ കേസ് ആണോ, അല്ല, ഇത് ലോവർ കേസ് ആണ്, സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർഗ്യുമെൻ്റായി കൊടുത്തത് ക്യാപിറ്റൽ ലെറ്റർ അല്ല, സ്മോൾ ലെറ്റർ ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഏത് വാല്യൂ റിട്ടേൺ ചെയ്യുക, 0 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ആ വാല്യൂ ഇവിടെ വരും, എന്നിൽ വരും. അപ്പോൾ അടുത്തത് സി ഔട്ട് എന്ത് വരും, 0 എന്ന് വരും. 0 എന്നാണ് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഉപയോഗം, ഈസ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ്റെ ഉപയോഗം. ഇനി ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷനും നമുക്ക് വളരെ പെട്ടെന്ന് ആ പേരിൽ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഓരോന്നിൻ്റെ പർപ്പസും വളരെ പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഇതിലെ രണ്ടാമത്തെ ഫംഗ്ഷൻ ഈസ് ലോവർ. എന്താ, ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ ലോവർ കേസ് ആണോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ ആണ് ഏത് ഫംഗ്ഷൻ, ഈസ് ലോവർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ലോവർ കേസ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും, 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിലോ 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഈസ് ലോവർ എന്നുള്ള ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ഇൻ ലോവർ കേസ്, ദറ്റ് ഈസ് സ്മോൾ ലെറ്റർ ഓർ നോട്ട്. ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ ലോവർ കേസ് ലെറ്റർ ആണോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ. അങ്ങനെ സ്മോൾ ലെറ്റർ ആണെങ്കിൽ 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിലോ സ്മോൾ ലെറ്റർ അല്ലെങ്കിലോ 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. സെയിം സിൻടാക്സ് തന്നെ, ഒരു വ്യത്യാസമില്ല. ദ ഫംഗ്ഷൻ റിട്ടേൺ 1 if the given character is in lower case, otherwise it will return 0. ഇനി എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾ. ഇവിടെ നമ്മൾ സി എന്നുള്ള ക്യാരക്ടർ വേരിയബിളിലേക്ക് സ്മോൾ ലെറ്റർ ബി എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇനി ഇവിടെ ഈസ് ലോവർ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ആ ക്യാരക്ടർ വേരിയബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും ഇവിടെ വരിക, ബി എന്നല്ല വരിക. അപ്പോൾ ഈസ് ലോവർ സ്മോൾ ലെറ്റർ ബി എന്ന് അവിടെ വരിക, സ്മോൾ ലെറ്റർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും, 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ആ 1 എന്നുള്ള വാല്യൂ ഇവിടെ വരും, എന്നിൽ വരും. എന്നിട്ട് നമ്മൾ ആ എന്നിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും. രണ്ടാമത്തെ എക്സാമ്പിൾ, നമ്മൾ നേരിട്ട് നമ്മൾ ആ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് നേരിട്ട് ആർഗ്യുമെൻ്റായി കൊടുത്തിരിക്കുകയാണ്. ഈസ് ലോവർ ഡി, ലോവർ കേസ് ലെറ്റർ ആണ്. അപ്പോൾ എന്ത് റിട്ടേൺ ചെയ്യും ഈ ഫംഗ്ഷൻ, 1 റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്ത വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തു, എന്നിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്ത് പ്രിൻറ്റ് ചെയ്യും, 1 പ്രിൻറ്റ് ചെയ്യും. ഇനി അടുത്തത് ഈസ് ലോവർ ജി, ക്യാപിറ്റൽ ജി ആണ്, ലോവർ കേസ് അല്ല. അപ്പോൾ എന്താ റിട്ടേൺ ചെയ്യുക, ഈ ഫംഗ്ഷൻ 0 ആണ് റിട്ടേൺ ചെയ്യുക. ആ റിട്ടേൺ ചെയ്ത 0 അവിടെ സ്റ്റോർ ചെയ്തു, എന്നിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു, 0 പ്രിൻറ്റ് ചെയ്തു. ഈസ് ലോവർ. ഈസ് അപ്പർ എന്നുള്ളത് അപ്പർ കേസ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനാണ്. ഈസ് ലോവർ എന്നുള്ളതോ
ലോവർ കേസ് ആണോ എന്നുള്ള ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ ഈസ് ആൽഫ. ഈസ് ആൽഫ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ, നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ്. ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ. ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ എ മുതൽ സെഡ് വരെയുള്ള, അപ്പോൾ അത് അപ്പർ കേസും ആവാം ലോവർ കേസും ആവാം. അപ്പോൾ അപ്പർ കേസ് ആണെങ്കിലും 1 റിട്ടേൺ ചെയ്യും, ലോവർ കേസ് ആണെങ്കിലും 1 റിട്ടേൺ ചെയ്യും. ആൽഫബറ്റ് എ മുതൽ സെഡ് വരെയുള്ള ഏത് ലെറ്ററും ആർഗ്യുമെൻ്റായി നമ്മൾ കൊടുത്തിട്ടുള്ള ആ ക്യാരക്ടർ എ മുതൽ സെഡ് വരെയുള്ള ലെറ്റർ ആണെങ്കിൽ അത് അപ്പർ കേസ് ആണെങ്കിലും വേണ്ടിയില്ല, ലോവർ കേസ് ആണെങ്കിലും വേണ്ടിയില്ല, ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിലോ 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. എന്ന് പറയുമ്പോൾ ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ? ഈസ് ആൽഫ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൽഫബറ്റ് ഓർ നോട്ട്. സിൻടാക്സ് സെയിം, വ്യത്യാസമൊന്നുമില്ല. ഫംഗ്ഷൻ്റെ പേരിങ്ങനെ മാറുന്നുണ്ടെന്നേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ എന്താ, ഈ സിൻടാക്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ക്യാരക്ടർ കൊടുക്കണം. അങ്ങനെ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലേ എന്നാണ് ഈ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൽഫബറ്റ് ആണെങ്കിൽ 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിലോ 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് റിട്ടേൺ ടൈപ്പ് എന്താണ്? ഇൻറ്റ്. ദിസ് ഫംഗ്ഷൻ റിട്ടേൺ 1 ഇഫ് ദ ഗിവൺ ക്യാരക്ടർ ഇസ് ആൻ ആൽഫബറ്റ്. ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ എ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സ്. ഇറ്റ് മേ ബി സ്മോൾ ലെറ്റർ ഓർ ക്യാപിറ്റൽ ലെറ്റർ, എന്തും ആവാം. സ്മോൾ ലെറ്റർ ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും. അല്ലെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യുക? 0 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇൻറ്റ് n ഈസ് ആൽഫ കെ. ആർഗ്യുമെൻ്റായിട്ട് കെ എന്ന് കൊടുത്തു, ക്യാപിറ്റൽ ലെറ്റർ കെ. ആൽഫബറ്റ് ആണല്ലോ, അപ്പോൾ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ളത് ആൽഫബറ്റാണ്. ആൽഫബറ്റിൽ വരും ഈ ആർഗ്യുമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ആ 1 എന്നുള്ളത് എവിടെ സ്റ്റോർ ചെയ്തു? എന്നിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും? 1 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇൻറ്റ് n ഇസ് ഈക്വൽ ടു ഈസ് ആൽഫ ആർഗ്യുമെൻ്റ് ആയിട്ട് ഡി, സ്മോൾ ലെറ്റർ ഡി. ഇതും ആൽഫബറ്റ് തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ആ 1 എന്നുള്ളത് എവിടെ സ്റ്റോർ ചെയ്തു? എന്നിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രിൻ്റ് ചെയ്യും? 1 പ്രിൻ്റ് ചെയ്യും. ഇനി അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇൻറ്റ് n ഇസ് ഈക്വൽ ടു ഈസ് ആൽഫ 3. ഇതും ഒരു ക്യാരക്ടറിൽ വരുമല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ലേ? ക്യാരക്ടർ ടൈപ്പിൽ വരും ഈ 3 എന്നുള്ളതും. സിംഗിൾ കോഡ്സിൽ നമ്മൾ കൊടുത്തതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുക. പക്ഷെ നമ്മൾ ആർഗ്യുമെൻ്റായി കൊടുത്തത് ഈ ക്യാരക്ടർ ആൽഫബറ്റ് ആണോ? അല്ല, ആൽഫബറ്റിൽ വരില്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? 0 റിട്ടേൺ ചെയ്യും. ആ 0 എന്നുള്ള വാല്യൂ എന്നിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. ഇനി നാലാമത്തെ ഫംഗ്ഷൻ ഈസ് ഡിജിറ്റ്. എന്താ? ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ. ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 0 മുതൽ 9 വരെയുള്ള 0, 1, 2, 3, 4 അങ്ങനെ 9 ആ സിമ്പിൾസ് ഇല്ലേ, അതിനെല്ലാം നമ്മൾ സാധാരണ ഡിജിറ്റ് എന്ന് പറയുക. അപ്പോൾ ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ? ഈസ് ഡിജിറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് എ ഡിജിറ്റ് ഓർ നോട്ട്. സിൻടാക്സ് നേരത്തെ പോലെ തന്നെയാണ്, വ്യത്യാസമില്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്താ? ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ഡിജിറ്റ് ആണെങ്കിൽ, ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റ ഡിജിറ്റ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഡിജിറ്റ് അല്ലെങ്കിലോ 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഇൻറ്റ് n ഈസ് ഡിജിറ്റ് 4. ഇത് ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തത് ക്യാരക്ടറാണ്, പക്ഷേ ഇത് ഏതാണ്? ഒരു ഡിജിറ്റ് അല്ലേ, ഒരു ഡിജിറ്റിൻ്റെ സിമ്പിൾ അല്ലേ. അപ്പോൾ അത് ഡിജിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ആ 1 എന്നുള്ള വാല്യൂ എവിടെ വരും? എന്നിൽ വരും. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പ്രിൻ്റ് ചെയ്യും? 1 പ്രിൻ്റ് ചെയ്യും. അടുത്ത എക്സാമ്പിൾ
ഇൻറ്റ് എൻ ഈസ് ഡിജിറ്റ് ഡി. ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ഡിജിറ്റ് ആണോ? അല്ല. അപ്പോൾ ആ ഫംഗ്ഷൻ ഈസ് ഡിജിറ്റ് എന്നുള്ള ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുക? 0 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. എന്നിട്ട് അത് എന്നിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് സി ഔട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രിൻ്റ് ആവുക? 0 എന്നാണ് പ്രിൻ്റ് ആവുക. ഇനി അടുത്ത എക്സാമ്പിൾ, ഇൻറ്റ് എൻ ഈസ് ഡിജിറ്റ് സ്റ്റാർ. ആസ്റ്ററിക്കിൻ്റെ സിമ്പിൾ കൊടുത്തു. ഇത് ഡിജിറ്റ് ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർഗ്യുമെൻ്റായി കൊടുത്തത് ഡിജിറ്റ് അല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? 0 റിട്ടേൺ ചെയ്യും. ആ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തു, എന്നിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. എന്ത് പ്രിൻ്റ് ചെയ്യും? 0 പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നാലാമത്തെ ഫംഗ്ഷൻ ഈസ് ഡിജിറ്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അഞ്ചാമത്തെ ഫംഗ്ഷൻ ഈസ് ALNUM. ആൽഫ ന്യൂമറിക് എന്നുള്ളതിൻ്റെ ഷോർട്ടാണിത്. ALNUM ആൽഫ ന്യൂമറിക്. ഇപ്പോൾ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മൾ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് ആൽഫ ന്യൂമറിക്? ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ആൽഫ ന്യൂമറിക്കിൽ ക്യാരക്ടറും വരും ഡിജിറ്റും വരും. ആൽഫ ന്യൂമറിക് എന്ന് പറയുമ്പോൾ ക്യാരക്ടറും വരാം ഡിജിറ്റും വരാം. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അപ്പർ കേസും വരാം ലോവർ കേസും വരാം. അത് നമ്മൾ ആദ്യം കാണിച്ചിട്ടാണ്. ക്യാരക്ടറും വരാം ഡിജിറ്റും വരാം ആൽഫ ന്യൂമറിക്കിൽ. ആ ക്യാരക്ടറിൽ അപ്പർ കേസും വരാം ലോവർ കേസും വരാം. അപ്പോൾ ഇവിടെ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ? ഈസ് ALNUM എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. എന്ന് പറയുമ്പോൾ എന്താ? ആൽഫ ന്യൂമറിക് ആണെങ്കിൽ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിലോ 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എന്താ? ഇവിടെ നമ്മൾ ആൽഫബറ്റ് കൊടുത്താലും 1 റിട്ടേൺ ചെയ്യും, ഡിജിറ്റ് കൊടുത്താലും 1 റിട്ടേൺ ചെയ്യും. ആൽഫബറ്റിൽ സ്മോൾ ലെറ്റർ കൊടുത്താലും 1 റിട്ടേൺ ചെയ്യും, ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താലും 1 റിട്ടേൺ ചെയ്യും. അപ്പോൾ ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ വന്നാലും ആൽഫ ന്യൂമറിക്കിൽ വരും, ഡിജിറ്റ് വന്നാലും ആൽഫ ന്യൂമറിക്കിൽ വരും. ഇത് രണ്ടും ആൽഫ ന്യൂമറിക് എന്ന് പറയുമ്പോൾ അവിടെ ക്യാരക്ടറും വരാം ഡിജിറ്റും വരാം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആൽഫ ന്യൂമറിക് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ? ഈസ് ALNUM എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക്. ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഐദർ ക്യാരക്ടർ ഓർ ഡിജിറ്റ് ഓർ നോട്ട്. അപ്പോൾ നമ്മളിവിടെ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ? ഈ ഈസ് ALNUM എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ ഫംഗ്ഷൻ്റെ അതേ സിൻടാക്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ സിൻടാക്സും. ഫംഗ്ഷൻ്റെ പേര് മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ഇവിടെ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിലോ 0 റിട്ടേൺ ചെയ്യും. എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ആൽഫബറ്റ് ആണെങ്കിലും 1 റിട്ടേൺ ചെയ്യും, ഡിജിറ്റ് ആണെങ്കിലും 1 റിട്ടേൺ ചെയ്യും. അപ്പോൾ ആൽഫബറ്റിൽ അപ്പർ കേസ് ആണെങ്കിലും ലോവർ കേസ് ആണെങ്കിലും 1 റിട്ടേൺ ചെയ്യും. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് 1 റിട്ടേൺ ചെയ്യാനുള്ള. ദിസ് ഫംഗ്ഷൻ റിട്ടേൺ 1 ഇഫ് ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക്. നമ്മൾ കൊടുത്ത ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിലോ 0 റിട്ടേൺ ചെയ്യും. ഇനി എക്സാമ്പിൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇൻറ്റ് n ഇസ് ഈക്വൽ ടു ഈസ് ALNUM ആർഗ്യുമെൻ്റ് ആയിട്ട് 4. ഡിജിറ്റ് അല്ലേ? ആൽഫ ന്യൂമറിക്കിൽ വരുമല്ലോ അല്ലേ? ആൽഫ ന്യൂമറിക്കിൽ ഡിജിറ്റ് ആൽഫ ന്യൂമറിക്കിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആർഗ്യുമെൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ഇത് ആൽഫ ന്യൂമറിക് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താ? ഈ ഫംഗ്ഷൻ 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുക. ആ റിട്ടേൺ ചെയ്ത വാല്യൂ എന്നിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ എന്ത് പ്രിൻ്റ് ആവും? 1 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ആവും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ഇൻറ്റ് n ഇസ് ഈക്വൽ ടു ഈസ് ALNUM ആർഗ്യുമെൻ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ A കൊടുത്തു. ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തത് ക്യാപിറ്റൽ ലെറ്റർ A ആണ്. അപ്പോൾ ക്യാരക്ടർ അല്ലേ? അല്ലെങ്കിൽ ആൽഫബറ്റ് അല്ലേ? അപ്പോൾ അത് ഏത് കാറ്റഗറിയിൽ വരും? ആൽഫ ന്യൂമറിക്കിൽ വരും. ഡിജിറ്റും ക്യാരക്ടറും ആൽഫ ന്യൂമറിക്കിൽ വരും. അപ്പോൾ ഇവിടെയും ഇത് ആൽഫ ന്യൂമറിക്കിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിൽ എന്ത് വരും? 1 വരും. ഇനി അടുത്തത് ഈസ് ALNUM ആർഗ്യുമെൻ്റ് ആയിട്ട് സ്റ്റാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആൽഫ ന്യൂമറിക്കിൽ വരുമോ? ഈ ക്യാരക്ടർ ഇല്ല. ഈ ക്യാരക്ടർ ആൽഫ ന്യൂമറിക്കിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുക? 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുക. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആ 0 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ എന്നിൽ വരിക.
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആറാമത്തെ ഫംഗ്ഷൻ ടു ലോവർ. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് നമ്മളൊരു ക്യാരക്ടർ കൊടുക്കും. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകതയാണ് പറയാൻ പോണത്. ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മളൊരു ക്യാരക്ടർ കൊടുക്കും. ആ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. ലോവർ കേസ് ലെറ്റർ സ്മാൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടറിനെ സ്മാൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ടു ലോവർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഫംഗ്ഷൻ്റെ ഉപയോഗം. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഗിവൺ ക്യാരക്ടർ ഇൻ ടു ഇറ്റ്സ് ലോവർ കേസ്, ദാറ്റ് ഈസ് സ്മാൾ ലെറ്റർ. എന്നിട്ട് ആ സ്മാൾ ലെറ്ററാണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. ആ സ്മാൾ അങ്ങനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആ ലോവർ കേസ് ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്ററിനെയാണ് പിന്നെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. അപ്പോഴാണ് ഈ സിൻറ്റാക്സ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പർപ്പസ് എന്താ? സിൻറ്റാക്സ് ശ്രദ്ധിച്ച് നോക്കിയേ, ചെറിയൊരു വ്യത്യാസം വന്നു. ഫംഗ്ഷൻ്റെ പേര് ആർഗ്യുമെൻ്റായിട്ട് ഒരു ക്യാരക്ടർ കൊടുക്കണം, പക്ഷേ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ തന്നെയാണ് ക്യാരക്ടർ തന്നെ. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫംഗ്ഷൻ്റെ ഈ ടു ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ആ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ലോവർ കേസ് ലെറ്ററാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ റിട്ടേൺ ചെയ്യുക. അപ്പോൾ അതും ക്യാരക്ടർ അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ റിട്ടേൺ ടൈപ്പ് എന്ത് കൊടുക്കാനുള്ള കാരണം? ഈ CHER എന്ന് കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ആർഗ്യുമെൻ്റായി, ഡെഫിനിഷൻ ഇത്രേ ഉള്ളൂ, ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടറിനെ സ്മാൾ ലെറ്ററിലേക്ക് അല്ലെങ്കിൽ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ? ടു ലോവർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദിസ് ഫംഗ്ഷൻ റിട്ടേൺ ദ ലോവർ കേസ് ഓഫ് ദ ഗിവൺ ക്യാരക്ടർ. ഇങ്ങനെ നമ്മൾ കൊടുത്ത ക്യാരക്ടറിൻ്റെ സ്മാൾ ലെറ്ററാണ്, ഈ ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടറിൻ്റെ സ്മാൾ ലെറ്ററാണ് അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്ററാണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. അതും ക്യാരക്ടർ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇവിടെ റിട്ടേൺ ടൈപ്പ് എന്ത് കൊടുത്തിരിക്കുന്നത്? CHER എന്ന് കൊടുത്തിരിക്കുന്നത്. ഇഫ് ദ ഗിവൺ ക്യാരക്ടർ ഈസ് ഇൻ ലോവർ കേസ് ദ ഔട്ട്പുട്ട് വിൽ ബി ദ സെയിം. എന്ന് പറയുമ്പോൾ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനല്ലേ. അപ്പോൾ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് ലോവർ കേസ് ലെറ്റർ കൊടുത്തു എന്ന് സെയിം ചെയ്യാം. സ്മാൾ ലെറ്റർ കൊടുത്തു എന്നാൽ അപ്പോൾ എന്താ സംഭവിക്കുക? ആ സ്മാൾ ലെറ്റർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇഫ് ദ ഗിവൺ ക്യാരക്ടർ ഈസ് ഇൻ ലോവർ കേസ്, അപ്പോൾ നമ്മളിവിടെ ലോവർ കേസാണ് കൊടുത്തതെങ്കിൽ ആ ലോവർ കേസ് കൊടുത്ത ആ ക്യാരക്ടറിനെ തന്നെ എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഇഫ് ദ ഗിവൺ ക്യാരക്ടർ ഈസ് ഇൻ ലോവർ കേസ് ദ ഔട്ട്പുട്ട് വിൽ ബി ദ സെയിം. അത് എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇവിടെ CHER C ഇസ് ഈക്വൽ ടു ലോവർ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ക്യാപിറ്റൽ B കൊടുത്തു. അപ്പോൾ ഈ ടു ലോവർ എന്നുള്ള ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുക? ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ഇനി കിട്ടുക? സ്മാൾ ലെറ്റർ B അല്ല കിട്ടുക. സ്മാൾ ലെറ്റർ B എന്നുള്ള ആ ക്യാരക്ടർ അല്ല ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. ആ റിട്ടേൺ ചെയ്ത വാല്യൂ എവിടെ സ്റ്റോർ ചെയ്തു? സിയിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ സിയിൽ ഇപ്പോൾ എന്താ ഉണ്ടാവുക? സ്മാൾ ലെറ്റർ B എന്നുള്ള വാല്യൂ ഉണ്ടാവുക. എന്നിട്ട് ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു, സിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്ത് കിട്ടും? B എന്നുള്ള വാല്യൂ കിട്ടും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. CHER C ടു ലോവർ ആർഗ്യുമെൻ്റ് നമ്മൾ സ്മാൾ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ആർഗ്യുമെൻ്റായി നമ്മൾ സ്മാൾ ലെറ്റർ കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ സ്മാൾ ലെറ്റർ തന്നെയാണ് പിന്നെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. ഈ സ്മാൾ ലെറ്ററിനെ തന്നെ, അതാണ് ഈ പോയിന്റ് ഇവിടെ പറഞ്ഞത്. ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ സ്മാൾ ലെറ്റർ കൊടുത്താൽ ആ സ്മാൾ ലെറ്ററിനെ തന്നെയാണ്, ആ ആർഗ്യുമെൻറ്റിനെ തന്നെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇനി ഈ C എന്ന് പറയുന്ന ക്യാരക്ടർ വേരിയബിൾ എന്താ ഉണ്ടായിരിക്കുക? ഈ സ്മാൾ ലെറ്റർ E ഉണ്ടായിരിക്കുക. ഇനി C ഔട്ട് C എന്ന് പറയുമ്പോൾ ആ സ്മാൾ ലെറ്റർ E പ്രിൻറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്ടർ ഫംഗ്ഷൻസിലെ ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് ഫംഗ്ഷൻസിലെ തന്നെ ലാസ്റ്റ് ഫംഗ്ഷൻ. ബിൽഡിംഗ് ഫംഗ്ഷൻസിലെ ലാസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ക്യാരക്ടർ ഫംഗ്ഷൻ എന്നുള്ള കാറ്റഗറി അല്ല ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്യാരക്ടർ ഫംഗ്ഷൻസിലെ ലാസ്റ്റ് ഫംഗ്ഷനാണ് ഇപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്ന് പറയുമ്പോൾ എന്താ? ടു അപ്പർ. ആ കഴിഞ്ഞ ഫംഗ്ഷൻ്റെ ഐഡിയ വെച്ച് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ പർപ്പസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. ടു അപ്പർ എന്ന് പറയുമ്പോൾ എന്താ? ആർഗ്യുമെൻ്റായി കൊടുത്തിട്ടുള്ള ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ? ടു അപ്പർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്.
This function is used to convert the given character into its uppercase, that is capital letter. ആർഗ്യുമെൻ്റ് ആയി കൊടുത്തിട്ടുള്ള ക്യാരക്ടറിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ, ടു അപ്പർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് സിൻറ്റാക്സ്. അപ്പോൾ ഇവിടെ ഈ ടു അപ്പർ എന്നുള്ള ഫംഗ്ഷന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, ഏത് ടൈപ്പിലുള്ള, ക്യാരക്ടർ ടൈപ്പിലുള്ള. ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, ഏത് ടൈപ്പിലുള്ള, ക്യാരക്ടർ ടൈപ്പിലുള്ള. എന്ന് പറഞ്ഞാൽ എന്താ, ആർഗ്യുമെൻ്റായി കൊടുത്ത ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം ആ അപ്പർ കേസ് ലെറ്ററാണ് പിന്നെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. The function return the upper case of the given character. ഇനി നമ്മൾ അപ്പർ കേസാണ് ആർഗ്യുമെൻ്റായി കൊടുത്തതെങ്കിൽ എന്താ സംഭവിക്കുക, ആ ക്യാരക്ടറിന്, ആ സെയിം ക്യാരക്ടറിന് എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഇഫ് ദ ഗിവൺ ക്യാരക്ടർ ഈസ് ഇൻ അപ്പർ കേസ്, ഇവിടെ കൊടുത്തത് അപ്പർ കേസ് ആണെങ്കിൽ എന്താ ഔട്ട്പുട്ട് എന്ത് തന്നെ ആയിരിക്കും, ആ അപ്പർ കേസ് ലെറ്റർ തന്നെയാണ് കിട്ടുക. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ടു അപ്പർ സ്മാൾ ലെറ്റർ ബി ആണ് ആർഗ്യുമെൻ്റായി കൊടുത്തത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുക, ഈ ആർഗ്യുമെൻ്റായി കൊടുത്ത ഈ സ്മാൾ ലെറ്റർ ബീനെ എന്തിലേക്ക് മാറ്റും, അപ്പർ കേസിലേക്ക് മാറ്റിയിട്ട്, എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ബി ആക്കി മാറ്റിയിട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ ആ റിട്ടേൺ ചെയ്ത വാല്യൂ എന്ത് ചെയ്യും, സിയിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ സിയിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ക്യാപിറ്റൽ ബി ആണുള്ളത്. അതിനുശേഷം ഈ സിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു, എന്ത് പ്രിൻറ്റ് ചെയ്യും, ക്യാപിറ്റൽ ബി എന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഇനി അനദർ എക്സാമ്പിൾ, CHRC ടു അപ്പർ കേസ് ഡി. ഈ ഡി എന്നുള്ളത് ക്യാപിറ്റൽ ഡി ആണ്. അപ്പോൾ എന്താ ചെയ്യുക, ഫംഗ്ഷൻ എന്താ ചെയ്യുക, ഈ ഡി അതേപോലെ അങ്ങ് റിട്ടേൺ ചെയ്യും. ക്യാപിറ്റൽ ലെറ്റർ അല്ലേ, ഡി റിട്ടേൺ ചെയ്യും. ഇപ്പോൾ സിയിൽ, അപ്പോൾ ആ റിട്ടേൺ ചെയ്ത വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തു, സിയിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ സി എന്ന് പറയുന്ന ക്യാരക്ടർ വേരിയബിൾ എന്തുണ്ട്, ക്യാപിറ്റൽ ഡി എന്നുള്ള വാല്യൂ ഉണ്ട്. എന്നിട്ട് നമ്മൾ ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു, സി ഔട്ട്. സി എന്ന് പറയുമ്പോൾ ഡി പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടർ ഫങ്ഷൻസിലെ ഫങ്ഷൻസ്. അപ്പോൾ ഇതോടുകൂടി ഒന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള C++ലുള്ള ഫങ്ഷൻസിനെ നമ്മൾ പറഞ്ഞു രണ്ട് കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്തു. ഏതൊക്കെ, ബിൽഡ് ഇൻ ഫങ്ഷൻസ് എന്നുള്ള കാറ്റഗറി ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്നുള്ള കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതോടുകൂടി ബിൽഡ് ഇൻ ഫങ്ഷൻ എന്നുള്ള കാറ്റഗറി കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ ഡിസ്കസ് ചെയ്യാനുള്ളത്, രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്ന് പറയുമ്പോൾ എന്താ, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്നുള്ള കാറ്റഗറിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.